എല്ലാവർക്കും നമസ്കാരം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് കുട്ടിയായിരുന്നപ്പോൾ ചിങ്ങമാസത്തിലെ മുറ്റത്ത് ഞാനൊരു വലിയ പൂക്കളമിടുക. നല്ല ഭംഗിയായിട്ടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട് എൻ്റെ അനിയൻ ഓടി വന്ന് അതിൻ്റെ നടുവിലേക്ക് ഒറ്റച്ചാട്ടം. ഹോ, അന്ന് ഞാൻ കരഞ്ഞ കരച്ചിലുണ്ടല്ലോ, ഇപ്പോൾ അതോർക്കുമ്പോൾ ചിരി വരും. ഓരോ മാസത്തിനും ഇതുപോലെ ഓരോ ഓർമ്മകൾ കാണും, അല്ലേ? ഇന്ന് നമ്മൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളിലൂടെ, നമ്മുടെ സ്വന്തം മാസങ്ങളുടെ കഥയിലൂടെ ഒരു ചെറിയ യാത്ര പോവുകയാണ്. കൊല്ലവർഷത്തിലെ ആ 12 മാസങ്ങളിലെ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പരിചയപ്പെടാം. നമ്മുടെ ഈ മലയാളം കലണ്ടറുണ്ടല്ലോ, അത് ശരിക്കും സൂര്യന്റെ യാത്രയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് സൂര്യൻ ഓരോ രാശിയിലൂടെ എങ്ങനെ സഞ്ചരിക്കില്ലേ, ആ കണക്ക് വെച്ചിട്ടാണ് ഓരോ മാസവും വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ മാസത്തിനും ഓരോ രാശിയുടെ പേരുള്ളത്. ഈയൊരു മാറ്റം അത് നമ്മുടെ കാലാവസ്ഥയെയും ഉത്സവങ്ങളെയും എന്തിനേറെ കൃഷിയെ വരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു വഴികാട്ടി. ചിങ്ങത്തിൽ തുടങ്ങി കർക്കടകത്തിൽ അവസാനിക്കുന്ന ആ 12 മാസങ്ങളുടെ ഒരു പൂർണ്ണമായ ചിത്രം. അപ്പോൾ നമുക്ക് ചിങ്ങത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയാലോ? ശരി, അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വർഷം തുടങ്ങുമ്പോഴുള്ള ആ ആഘോഷങ്ങളും വിളവെടുപ്പും പിന്നെ പതുക്കെ പതുക്കെ പിൻവാങ്ങുന്ന മഴക്കാലവുമെല്ലാം ചേർന്ന മാസങ്ങളാണിത്. അപ്പോൾ ആദ്യത്തേത് ചിങ്ങം, നമ്മുടെയെല്ലാം സ്വന്തം പുതുവർഷം. ഓണത്തിൻ്റെ ആർപ്പുവിളികളും പൂക്കളങ്ങളും സദ്യയുടെ ആ മണവുമെല്ലാം ചേർന്ന ഒരു പൊൻകാലം അല്ലേ? നിങ്ങൾക്കെങ്ങനെ ഓണം? ഓർമ്മകൾ ഒരുപാടുണ്ടാവും. ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കന്നിയാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അടുത്ത കൃഷിക്കായിട്ട് മണ്ണൊരുക്കുന്നൊരു കാലമാണിത്. കന്നിമാസത്തിലെ ആ തെളിഞ്ഞ ആകാശം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നവരാത്രി ആഘോഷങ്ങളുടെ തുടക്കവും ഈ മാസത്തിലാണ്. അത് കഴിഞ്ഞു വരുന്നത് തുലാം. പേര് കേൾക്കുമ്പോഴേ തന്നെ തുലാമഴയുടെ ഒരു ചെറിയ ചാറ്റലൊക്കെ ഉണ്ടാകും. എന്നാലും മഴക്കാലം പതുക്കെ നമ്മളോട് യാത്ര പറയുന്നതിൻ്റെ ഒരു ശാന്തതയുണ്ട് ഈ മാസത്തിന്. ആ ആദ്യത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വർഷം കുറച്ചുകൂടി ശാന്തമായ ഒരു ആത്മീയമായ തലത്തിലേക്ക് മാറുകയാണ്. ഈയൊരു കാലഘട്ടം കൂടുതലും തീർത്ഥാടനത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമൊക്കെയാണ്. വൃശ്ചികം ഒരു ചെറിയ തണുപ്പിൻ്റെ വരവറിയിക്കുന്ന മാസമാണിത്. ഈ സമയത്താണ് ശബരിമല തീർത്ഥാടനം ഒക്കെ തുടങ്ങുന്നത്. എവിടെ തിരിഞ്ഞാലും ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരു പുണ്യകാലം. ധനുമാസത്തിലാണെങ്കിൽ അതിരാവിലെയുള്ള ആ തണുപ്പും അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളും പോരാത്തതിന് ക്രിസ്മസ് കരോളിൻ്റെ ഈണങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേക അനുഭൂതിയാണ്. പിന്നെ വരുന്നത് മകരം. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവവും മകരസംക്രാന്തിയും ഒക്കെയായിട്ട് ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. മകരം കഴിഞ്ഞാൽ പിന്നെ കുംഭമാണ്. വേനൽച്ചൂട് പതുക്കെ കൂടാൻ തുടങ്ങുന്നൊരു സമയം. കുംഭമാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് മഹാശിവരാത്രി. ഭഗവാൻ ശിവനുവേണ്ടി വ്രതമെടുത്ത് പ്രാർത്ഥനകളുമായി നമ്മളെല്ലാവരും ഒന്നിക്കുന്ന ദിവസം. അത് കഴിഞ്ഞ് മീനമെത്തുന്നതോടെ പ്രകൃതി വീണ്ടും ഒരുങ്ങിത്തുടങ്ങും. കൊന്നപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിയാൻ തുടങ്ങുന്ന വിഷുവിനായുള്ള ഒരു കാത്തിരിപ്പിന്റെ മാസമാണിത്. ഇപ്പോൾ നമ്മൾ വർഷത്തിന്റെ ഒരു പുത്തൻ ഉണർവിലേക്ക് കടക്കുകയാണ്. പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പുതുവർഷവും അതോടൊപ്പം മണ്ണിനെ കുളിരണിയിക്കുന്ന ആദ്യത്തെ മഴയും വരുന്ന സമയം. മേടം 1 എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് വിഷുവാണ്. കണികണ്ടും കൈനീട്ടം വാങ്ങിയും നമ്മൾ ആഘോഷിക്കുന്ന മറ്റൊരു പുതുവർഷം. വിഷു കഴിഞ്ഞാൽ പിന്നെ ഇടവമാണ്. ഇടവപ്പാതിയുടെ വരവോടെ കേരളം വീണ്ടും മഴയുടെ തണുപ്പിലേക്കങ്ങ് മാറും. മണ്ണിന് കുളിരേകുന്ന ഒരു നല്ല കാലം. ഈ വിഷുക്കണിയുടെ ഭംഗിയൊന്ന് നോക്കിക്കേ. കൊന്നപ്പൂവും കണിവെള്ളരിയും സ്വർണവും നിലവിളക്കുമെല്ലാം കൂടെ ചേർന്ന ഒരു ഐശ്വര്യമുള്ള കാഴ്ച. ഒരു വർഷം മുഴുവൻ സമൃദ്ധിയുണ്ടാകാൻ വേണ്ടി പുതുവർഷത്തിൽ കണ്ണു തുറക്കുന്നത് തന്നെ ഈ നല്ല കാഴ്ചകളിലേക്കാവണം. അതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതുതന്നെയാണ് വിഷുക്കണിയുടെ സന്ദേശവും. ഇടവത്തിലെ മഴ കഴിഞ്ഞാൽ മിഥുനം. നല്ല ചൂടുകാലമാണ്. സ്കൂൾ അവധിക്കാലമൊക്കെ തീരുന്നതും വേനൽച്ചൂടിന്റെ കാഠിന്യം കൂടുന്നതുമൊക്കെ ഈ മാസത്തിലാണ്. ഒടുവിൽ വർഷത്തിലെ അവസാന മാസമായ കർക്കിടകമെത്തുന്നു. നിർത്താതെയുള്ള മഴയും വീടുകളിൽ നിന്നുയരുന്ന രാമായണ പാരായണത്തിന്റെ ആ ശീലങ്ങളും ആരോഗ്യത്തിനും വിശ്രമത്തിനും നമ്മൾ പ്രാധാന്യം നൽകുന്ന ഒരു പുണ്യമാസം കൂടിയാണ് കർക്കിടകം. ഈയൊരു താരതമ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? വർഷം തുടങ്ങുന്ന ചിങ്ങത്തിലെ ആഘോഷങ്ങളും സമൃദ്ധിയും, പിന്നെ വർഷം തീരുന്ന കർക്കിടകത്തിലെ ആ വിശ്രമവും ധ്യാനവും. പുറം ലോകത്തെ ആഘോഷങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയുള്ളൊരു മടക്കം പോലെ. ഇത് നമ്മുടെ കലണ്ടറിന്റെ എന്തൊരു മനോഹരമായൊരു രീതിയാണല്ലേ? അപ്പോൾ ചിങ്ങത്തിൽ തുടങ്ങി കർക്കടകം വരെയുള്ള നമ്മുടെ ഈ യാത്ര ഏതാണ്ട് പൂർത്തിയായി. ഈ ഒരു വർഷത്തിന്റെ സാംസ്കാരികമായ ആ ഹൃദയമിടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്നോർത്തെടുത്താലോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഓണത്തോടെ തുടങ്ങുന്ന ഒരു വർഷം, പിന്നെ മേടത്തിൽ വരുന്ന വിഷു എന്ന മറ്റൊരു പുതുവർഷം, മഴയും വേനലുമായിട്ടിങ്ങനെ മാറിമറിയുന്ന ഋതുക്കളുമായി ചേർന്നൊഴുകുന്ന ഒരു ജീവിതം, പിന്നെ ഓരോ മാസവും സൂര്യന്റെ സ്ഥാനമനുസരിച്ച് ഓരോ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും നമ്മൾ കണ്ടു. ഈ 12 മാസങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകളിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന മാസമേതാണ്?
അതൊരു ഓണക്കാലാണോ, അതൊരു വിഷുക്കണിയാണോ, ചിലപ്പോൾ കർക്കടകത്തിലെ ആ തണുത്ത മഴയായിരിക്കാം. നിങ്ങളുടെ ഓർമ്മകളുമായിട്ട് ഈ കഥയെ ചേർത്തു വെക്കുമ്പോഴാണ് നമ്മുടെ ഈ കലണ്ടറിന് കൂടുതൽ ജീവൻ വയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും കാണാം.